അങ്ങനെ നമ്മുടെ കഥാനായകൻ ഞാനുണ്ടാക്കിയ ക്രിസ്മസ് മഗ്ഗൊക്കെ ഇട്ട് പോവാട്ടോ. പപ്പാനിയുടെ വേഷത്തിലാണ് നമ്മുടെ കഥാനായകൻ പോകുന്നത്. അപ്പോൾ ഇന്ന് കരോളിന് പപ്പാനിയായിട്ട് റെഡിയായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ ആ ഒരു മഗ്ഗിൻ്റെ മുകളിൽ ഒരു കാർഡ്ബോർഡൊക്കെ വെട്ടി ഒട്ടിച്ച് പൈസ ഇടാനുള്ള പാകത്തിനൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 8 മണിയോട് കൂടി നമ്മുടെ വീട്ടിൽ നമ്മുടെ പിള്ളേർ കരോളൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറിയ മക്കളാട്ടോ. അപ്പോൾ അവരുടെ ആ ഒരു സന്തോഷം നമുക്ക് ഭയങ്കര ഒരു കാണാൻ രസമുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ചെറിയ എന്തെങ്കിലും പൈസകൾ കാര്യങ്ങളൊക്കെ അവർക്ക് ഭയങ്കര വലിയ സന്തോഷത്തിലാട്ടോ വാങ്ങുന്നത്. അപ്പോൾ കുറേ നേരം നമ്മുടെ വീട്ടിൽ വന്നിട്ട് ഇതുപോലെ പാട്ടൊക്കെ വെച്ചിട്ട് അവർ ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ കളിക്കുന്നതിൻ്റെ ഇടയിൽ ഈ ഒരു മോൻ ഒരു പേപ്പർ തരുന്നുണ്ടായിട്ടോ. അപ്പോൾ സംഭവം നമുക്ക് ഹാപ്പി ക്രിസ്മസ് എന്ന് എഴുതിയിട്ടുള്ളൊരു ഗ്രീറ്റിംഗ് പേപ്പറായിരുന്നു. അപ്പോൾ അവരിൽ പറ്റുന്ന ആ ഒരു ചെറിയൊരു കാര്യം നമുക്ക് തരാണ്. പിന്നെ ഈ ഒരു മോൻ വന്നിട്ട് എല്ലാവർക്കും ഷെയ്ക്ക് ഹാൻഡ് തന്നിട്ട് ഹാപ്പി ക്രിസ്മസ് എന്ന് പറയുന്നുണ്ട്. വന്ന എല്ലാവരും നമുക്ക് ക്രിസ്മസ് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവർ രണ്ടുപേരാണ് നമ്മുടെ കയ്യിലൊരു ഗ്രീറ്റിംഗ് പേപ്പറും അതുപോലെ തന്നെ ഷെയ്ക്ക് ഹാൻഡ് തന്നിട്ടുണ്ടായത്. ഇതൊക്കെ നമുക്ക് ഒത്തിരി സന്തോഷം തന്നെ ഒരു സംഭവമല്ലേ. അപ്പോൾ നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഇതുപോലെ കുട്ടികൾ ക്രിസ്മസ് കരോളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നോ? അപ്പോൾ എന്താണ് നിങ്ങൾ അവർക്ക് കൊടുത്തത്, അവർ നിങ്ങൾക്ക് എന്താണ് തന്നതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് പ്ലം കേക്ക് മുറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വന്ന എല്ലാ കുട്ടികൾക്കും നമ്മൾ പ്ലം കേക്കും വെള്ളമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരും ഹാപ്പിയായി, നമ്മളും ഹാപ്പിയായി കേട്ടോ. അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മുടെ ക്രിസ്മസ് കരോളൊക്കെ അവസാനിക്കുകയാണ്. നാളെ ക്രിസ്മസ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അതുപോലെ തന്നെ നല്ലൊരു പുതുവത്സരം എല്ലാവർക്കും ആശംസിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ കുഞ്ഞു കുട്ടികളുടെ കരോൾ കാണാനാണ് കൂടുതൽ ഇഷ്ടം എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ബൈ.